ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ തന്നെ മോട്ടറിൻ്റെ കംപ്ലീറ്റ് പാനലും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ ഏകദേശം 3 പാനലിൽ വരും മോട്ടറിൻ്റെ. അപ്പോൾ ഈ കിച്ചൻ്റെ അവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മോട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയയിൽ ഒരു DB വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 10 വരെ DB കിടക്കുന്നുണ്ട്. അത് മെയിൻ DB എന്നാണ് വരിക. അപ്പോൾ അതിൽ സെപ്പറേറ്റ് RCCB വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ ഓട്ടോമാറ്റിക്കായിട്ട് നനയ്ക്കുന്ന സിസ്റ്റം വരുന്നുണ്ട്, ബോർവെൽ വരുന്നുണ്ട്, കിണർ വരുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രിപ്പിംഗ് വന്നാൽ തന്നെ വീട് മൊത്തത്തിൽ ട്രിപ്പിംഗ് ആവില്ല. ഇവിടെ സിൻഡെക്സ് ബോക്സ് വഴിയാണ് ഇത് കയറുന്നത് കേട്ടോ. ഇവിടെ ഇനി വലിയൊരു സിൻഡെക്സ് ബോക്സ് വെച്ചിട്ട് ഇതിലാണ് നമ്മൾ പറഞ്ഞ ടൈമർ, കോൺടാക്ടർ, അതേപോലെ ആ മോട്ടറിൻ്റെ 2 മോട്ടോർ ഇതൊക്കെ വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ CAT 6ൻ്റെ വയറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് ബോർവെലിൻ്റെ വയറിട്ടിരിക്കുന്നത് അവിടെ ഒരു മോട്ടർ വരുന്നുണ്ട്, അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസായി ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ടാങ്ക് ലൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ടാങ്ക് ലൈൻ കംപ്ലീറ്റും ഇവിടെയാണ് നമ്മൾ അടിച്ച് നിർത്തിക്കുന്നത്. ഒരുപാട് പേര് ഒരുപാട് പൈപ്പ് അടിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും നമ്മൾ അധികം അടിച്ചിട്ടില്ല. ഒക്കെ കറക്റ്റായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ.